126 കോടി രൂപയുടെ പണം ആരുടേതാണ്? സർക്കാരിന്റെയോ ജനത്തിന്റെയോ പണം നഷ്ടമായോ? ഈ വിഷയങ്ങളെ പറ്റി ഇന്നലെ ദീർഘദൂരം സംസാരം വന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ MD കൂടിയായ ആന്റോ അഗസ്റ്റിനാണ് ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ വാർത്തയുടെ ഉറവിടം എന്താണെന്നറിയോ? 8-ാം തീയതി ഉച്ചയ്ക്ക് VD സതീശൻ മനോരമയുടെ ഓഫീസിൽ ചോറുണ്ണാൻ പോയി ഇല്ലേ? മാനേജിംഗ് എഡിറ്ററും മാനേജ്മെന്റും സ്റ്റാഫും എല്ലാം കൂടി ഇരുന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അതിന്റെ പ്രത്യുപകാരമാണിത്. മനസ്സിലായോ? ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്താ? ഇതിന്റെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മാനേജർമാർ MDMA കേസിൽ അകത്താണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 126 കോടി രൂപയുടെ പണം നഷ്ടമായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായ എന്റെ കമ്പനിക്കാണ്, അല്ലാതെ സർക്കാരിനോ സർക്കാരിന്റെ പണമോ ജനത്തിന്റെ പണമോ ഒന്നും ഇതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കിയാണല്ലോ. അതായത് നമ്മുടെ അന്നത്തെ കായിക വകുപ്പ് മന്ത്രിയായ V അബ്ദുൾ റഹ്മാൻ സ്പെയിനിൽ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. 13,04,400 സംതിങ് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്. അതും SDF ഫണ്ടിൽ നിന്നാണ് ചെലവഴിച്ചത്. ആ ഒരു ഫണ്ടിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കായിക പരിശീലനം നൽകാനും അതുപോലെ അന്തർദേശീയ കളികളിലെല്ലാം സപ്പോർട്ട് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാത്രമാണ് ഈ ഒരു ഫണ്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ തങ്ങളുടെ യാത്രാ ചെലവ് ഈ ഒരു ഫണ്ടിൽ നിന്നും എടുത്തു. അത് എടുത്തത് വേറൊന്നും കൊണ്ടല്ല, മെസ്സിയെ കാണാനായിട്ടാണ്. എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ടിട്ടുണ്ട്. മെസ്സി എന്താണെങ്കിൽ ഡെഫിനറ്റ്ലി വരും എന്നൊക്കെ ഒരു ഉറപ്പ് അവിടെ പോയി കൊടുത്തു അല്ലെങ്കിൽ കിട്ടി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ജനീഷ് പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങോട്ടൊരു മെയിൽ അയച്ചിട്ട് അതിന്റെ റെസ്പോണ്ട് പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മെസ്സി കേരളത്തിൽ വരുമെന്ന് ഇവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്? ഈ 126 കോടി രൂപ ആന്റോ അഗസ്റ്റിന്റെ കയ്യിൽ നിന്നും പോയതാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് സ്പോൺസർ. ആ സ്പോൺസറിന്റെ വഴി പോയതാണെന്നുണ്ടെങ്കിൽ ആ 126 കോടി രൂപയുടെ ആസ്തി എങ്ങനെ ആന്റോ അഗസ്റ്റിൻ ഉണ്ടായി എന്നും കൂടി ആന്റോ അഗസ്റ്റിൻ കാണിക്കേണ്ടതല്ലേ? ഇത് ആന്റോ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശൻ മനോരമയുടെ ഓഫീസിൽ പോയി ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ്, അതിന് പിറ്റേ ദിവസമാണ് മനോരമ ന്യൂസിന്റെ, അതായത് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ആന്റോ അഗസ്റ്റിനെ പറ്റിയുള്ള പരാമർശം വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി ഒരു നന്ദി കാണിച്ചതായിട്ടാണ് ഇതിനെ കൊടുക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ആന്റോ അഗസ്റ്റിൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അധികാരത്തിൽ കയറി 3 മാസം കഴിഞ്ഞ് 3 മാസം ആകുന്നേ ഉള്ളൂ, 90 ദിവസം പോലും പൂർത്തിയാകുന്നില്ല. ഇങ്ങനെ 90 ദിവസം പോലും പൂർത്തിയാകാതെ ഒരു ചാനലിൽ വേട്ടയാടേണ്ട കാര്യം VD സതീശനുണ്ടോ എന്നാണ് ആന്റോ അഗസ്റ്റിൻ ചോദിക്കുന്നത്. നിങ്ങൾ ആഘോഷിക്കുന്നത് എങ്ങനെയാ? മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? അർജന്റീന വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്താ? മാർച്ച് മാസത്തേക്ക് കളി മാറ്റി വെക്കുന്നു മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തെ അടുത്ത വിൻഡോയിലേക്ക് കളി മാറ്റി വെക്കുന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഒരു മിനിറ്റ് എന്താ? 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് 2 മാസത്തിലെ ഉറപ്പ് ഞാൻ തന്നെ വന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ ഈ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഓസ്ട്രേലിയയുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി നമുക്ക് FIFA അപ്രൂവൽ കിട്ടിയിട്ടില്ല. FIFA അപ്രൂവൽ അടുത്ത ഡേറ്റിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും. എന്നിട്ട് കളി നടത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ കളി നടത്തും. ഞാൻ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റിയോടുകൂടി പറയും. ഇനി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മെസ്സി വരുമെങ്കിൽ ഇനി മെസ്സി വരുമെങ്കിൽ അർജന്റീനയെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കും. വരുന്നുണ്ട് ഇല്ല മാർച്ച് മാസം വരും എന്ന് പറയുമ്പോൾ നവംബർ 30 വരെ അല്ല, അത് കഴിഞ്ഞാൽ അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ പണി വർക്ക് തീർത്തിട്ട് സർക്കാർ ഹാൻഡ് ഓവർ ചെയ്യും. സർക്കാർ സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി. സർക്കാർ പറയും ഇനി അർജന്റീന കൊണ്ടുവരണ്ട, മെസ്സിനെ കൊണ്ടുവരണ്ട, കളി നടത്തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി അവസാനിച്ചോടെ. എനിക്ക് ആ നഷ്ടം ഞാൻ സഹിച്ചു. ഞാൻ സഹിച്ചു. ഇത് 3 മാസത്തെ കണക്കിന്റെ കാര്യമല്ല. 2024 ഇവിടെ, അതായത് നമ്മുടെ മുൻ കായിക മന്ത്രി V അബ്ദുൾ റഹ്മാൻ സ്പെയിനിൽ പോയത്. അപ്പോൾ മുതൽ ഈ മെസ്സി വരുമെന്നുള്ള ഒരു ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ മറ്റൊരു ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട്. അത് നമ്മുടെ കലൂർ സ്റ്റേഡിയം. നമുക്കറിയാം, നമ്മുടെ പല മത്സരങ്ങളും നടക്കുന്ന കലൂർ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള മത്സരങ്ങൾ നടക്കുന്ന കലൂർ സ്റ്റേഡിയം സ്വന്തമായിട്ട് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിലയ്ക്ക് വാങ്ങിക്കാൻ ശ്രമിച്ച വാർത്തയും കൂടിയുണ്ട്. അതും ആരും അറിയാതെ മുക്കി കളയാൻ ശ്രമിക്കരുത്. കാരണം ഈ ഒരു മെസ്സി വരും എന്ന് ആദ്യമേ തന്നെ ഇവിടെ ചാപ്പ കുത്തിയതും ഈ ഒരു പ്രചരണം നടത്തിയതും ഈ ആന്റോ അഗസ്റ്റിനും V അബ്ദുൾ റഹ്മാനും മാത്രമാണ്. കാരണം നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെസ്സി വരുമോ ഇല്ലയോ എന്നല്ല ഇവിടെ പ്രശ്നം. ഈ മെസ്സി വരുമെന്ന് പറഞ്ഞ് പറ്റിച്ച് കേരളത്തിലെ ബാക്കിയുള്ള ജനങ്ങളെ കൂടെ കബളിപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. കാരണം മെസ്സി വരും, അതിനോടനുബന്ധിച്ച് കേരളത്തിലെ കലൂർ സ്റ്റേഡിയത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. മരങ്ങളൊക്കെ മുറിക്കണം, മാത്രമല്ല സീറ്റിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ മാറ്റണം. VIP സീറ്റുകൾക്ക് ഇത്ര ലക്ഷം രൂപയാണ് എന്നൊക്കെ പറഞ്ഞ് VIP കാർഡുകളൊക്കെ വരെ ഇറക്കിയതാണ്. ഇത്രയും കാർഡുകളൊക്കെ ഇറക്കി ഇത്രയും പ്രചരണമൊക്കെ നടത്തിയിട്ട് അവസാനമാണ് മെസ്സി വരികയില്ല എന്നൊരു വാർത്ത നമ്മൾ കേട്ടത്. അതായത് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. മെസ്സി വരുവാണെങ്കിൽ കേരളത്തിൽ മാത്രമേ മെസ്സി വരത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ
കേരളത്തിൽ മാത്രം മെസ്സി വരുള്ളൂ എന്നാണ് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ മെസ്സി വന്നിരുന്നു. മെസ്സി വരിക മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രത്തിൽ മെസ്സി സന്ദർശിക്കുകയും ചെയ്തു. അവിടെയുള്ള പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ പ്രസാദം വാങ്ങിക്കുക വരെയും ചെയ്തിട്ട് മെസ്സിനെ വരെ ഇവിടെ സംഖ്യയാക്കിയ ആളുകളാണ്, ഇന്ത്യൻ ജനതയാണ് ഇപ്പോൾ മെസ്സിയുടെ വരവിനായിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെസ്സി സംഖ്യയല്ല, അതായത് മറ്റൊരാളുകൾ കൊണ്ടുവന്നാലും മെസ്സി സംഖ്യയാണ്, അല്ലെങ്കിൽ മെസ്സി എന്ന അമ്പലത്തിൽ പോയ മെസ്സി സംഖ്യയാണ്. ഇതൊക്കെയാണ് ഇവരുടെ കാഴ്ചപ്പാട്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മറ്റൊരു മെയിൻ സ്ട്രീം മാധ്യമം ഉണ്ടായിരുന്നു. ആ മാധ്യമത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരെ ചീഫ് എഡിറ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇത് വാർത്തയാക്കുകയില്ല. കാരണം ഞങ്ങൾ ഇത് വാർത്തയാക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ 126 കോടി രൂപയുടെ സത്യസന്ധത എവിടെ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തെറ്റായ വാർത്തകൾ നൽകി ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഇങ്ങനെ വാർത്ത കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വി അബ്ദുൾ റഹ്മാന്റെ സ്പെയിനിലെ യാത്രയ്ക്കുള്ള ഫണ്ടിന്റെ കാര്യം അവരൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ, അവർ വാർത്തയാക്കേണ്ടതല്ലേ? ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തക ഇതേ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ വർക്ക് ചെയ്ത അവതാരിക കൂടിയാണ്, വർക്ക് ചെയ്ത മാധ്യമ പ്രവർത്തക കൂടിയാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി ഇവർക്ക് അതിനെതിരെ വാർത്ത കൊടുക്കാനും അത് സംപ്രേഷണം ചെയ്യാനും താല്പര്യമില്ലാത്തതും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളതും അതുകൊണ്ടായിരിക്കാം. പക്ഷേ വാർത്ത വായിക്കുമ്പോഴും വാർത്ത കൊടുക്കുമ്പോഴും സത്യസന്ധമായ വാർത്ത കൊടുക്കാവുള്ളൂ എന്ന് സ്വയം മനസ്സിൽ തോന്നുന്ന നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി അബ്ദുൾ റഹ്മാന്റെ സ്പെയിനിലേക്കുള്ള യാത്ര, അവിടെ പോയി അദ്ദേഹം മെസ്സിയെ കണ്ടു, മെസ്സിയുമായിട്ടുള്ള കരാറിൽ ഒപ്പിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആ കരാറെല്ലാം വ്യാജമാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോഴത്തെ കായിക മന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും മെസ്സിനെ അദ്ദേഹം കണ്ടോ, അതോ അദ്ദേഹം വെറും ഒരു ട്രിപ്പിനാണോ അവിടെ പോയത്? ഇതെല്ലാം ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട് ആ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മുഖ്യധാര മാധ്യമം ഈ ഒരു സംഭവം വെളിപ്പെടുത്തുന്നില്ല, അന്വേഷിക്കുന്നില്ല? യഥാർത്ഥത്തിൽ പണം പോയത് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പണത്തിന്റെ മേല് ഇയാളുടെ ആസ്തി എന്താണെന്ന് നമ്മൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം 126 കോടി രൂപയുടെ ആസ്തി എന്താണ് ആന്റോ അഗസ്റ്റിനുള്ളത്? ഈ ആന്റോ അഗസ്റ്റിനെ പറ്റി ബാക്കിയുള്ള മരമുറി കേസിലെ പ്രതികളും കൂടിയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഊരാ കുഴുക്കിൽ നിന്നും കുഴുക്കിലേക്ക്, ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത കുരുക്കിലേക്ക് പെട്ടുപോവുകയാണ് റിപ്പോർട്ടർ ചാനലിന്റെ MD ആയ ആന്റോ അഗസ്റ്റിനും അതുപോലെ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ സഹോദരന്മാരും എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം ന്യായീകരിക്കാനും അന്തിച്ചർച്ചയ്ക്ക് വിളിപ്പിച്ചാലും അല്ലെങ്കിൽ അന്തിച്ചർച്ചയ്ക്ക് സംസാരിച്ചാലും വെളുക്കാത്ത രീതിയിൽ കറുത്ത പാടായി മാറിയിരിക്കുകയാണ് ഈ മെസ്സിയുടെ വിഷയം. ഇനി കൂടുതൽ വിവാദമാകാൻ പോകുന്നതേ ഉള്ളൂ, കാരണം ഇപ്പോൾ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ റിപ്പോർട്ടുകളെല്ലാം മുഖ്യമന്ത്രി VD സതീശന് കൈമാറിയിട്ടുണ്ട്. വേട്ടയാടപ്പെടുന്നു എന്നുള്ള ടാഗ് ലൈനൊക്കെ ഇപ്പൊ ഇറങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും ആരിൽ നിന്നാണ് വേട്ടയാടുന്നത്, ആരാണ് ഇത്രയും വർഷം വേട്ടയാടിക്കൊണ്ടിരുന്നത്, ആരാണ് വേട്ടക്കാരനെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.